MT ഇല്ലാത്ത കോഴിക്കോട് വലിയ ശൂന്യതയാണ് ഡോക്ടറെ സംബന്ധിച്ച്. തീർച്ചയായിട്ടും അതെ. എന്നുവെച്ചാൽ MT നമ്മുടെ കൂടെ എല്ലാ പ്രോഗ്രാമുകളിലും ഒന്നിച്ചുണ്ടായിട്ടില്ലെങ്കിൽ കൂടി അവിടെ ഒരു ഊർജ്ജ സ്രോതസ്സായിട്ട് MT ഉണ്ടായിരുന്നു. എന്ത് പരിപാടി നടക്കുമ്പോൾ പ്രധാന പരിപാടികളാണെങ്കിൽ ഞങ്ങൾ MTയുടെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങുകയോ അല്ലെങ്കിൽ ബ്രോഷർ റിലീസ് ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. MT അവിടെ ഉണ്ട് എന്നുള്ളത് സാഹിത്യ സാംസ്കാരിക രംഗത്തുള്ള ആളുകൾക്കൊക്കെ അത്തരത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കോഴിക്കോട് നിന്ന് പുറത്തുനിന്ന് വരുന്നവരാണെങ്കിൽ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ പോകുന്ന പോലെ നമ്മുടെ അടുത്തൊക്കെ പറഞ്ഞ് MTയുടെ അടുത്ത് MT ഒന്ന് കാണണമായിരുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം അത്രമാത്രം മലയാളിയുടെ വായനാശീലമുള്ള മലയാളിയുടെ മനസ്സിൽ MT വലിയൊരു സ്വാധീനമായിട്ടുണ്ട്. തലമുറകളോളം ഞങ്ങളുടെ തലമുറ കൗമാരത്തിൽ വായിച്ചു തുടങ്ങിയത് MTയാണ്. തീർച്ചയായിട്ടും അതിനു മുമ്പ് തകഴിയും ബഷീറും ഒക്കെ ഉണ്ടെങ്കിൽ പോലും പിന്നീട് MTയുടെ വായിക്കുമ്പോഴാണ് നമ്മുടെ ഒരു യൗവനാരംഭത്തിലൊക്കെ ആ ഒരു എഴുത്തുകളാണ് നമ്മളെ വാസ്തവത്തിൽ നമ്മുടെ സംസ്കാരത്തെ പറ്റിയുള്ളൊരു ബോധ്യങ്ങൾ തന്നെ ആ രീതിയിൽ MT എഴുത്തിൽ നിന്ന് നമുക്കുണ്ടായിട്ടുണ്ട്. കാരണം മലയാളിയുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ അത്ര ബഹുമുഖമാണ്. പക്ഷെങ്കിൽ പോലും മലയാളിയുടെ ഒരു ഭാഷയിലും മലയാളിയുടെ ഒരു സാംസ്കാരിക ആ ഒരു അവബോധത്തിലുമൊക്കെ കൃത്യമായിട്ടും MTയുടെ എഴുത്തിൻ്റെ സ്വാധീനമുണ്ട്. അതിപ്പോൾ നമ്മൾ കൂടുതൽ തിരിച്ചറിയുന്നു. ടീച്ചറുടെ ഒരടുപ്പം എങ്ങനെയാണ് MTയുമായിട്ടുള്ള ഒരു പേഴ്സണൽ ബന്ധത്തെ? അടുപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ ആരുടെ അടുത്തും അങ്ങനെ കയറി ചെന്ന് പരിചയപ്പെടുകയോ അങ്ങനെ ചെയ്യുന്ന ആളല്ല. പക്ഷേ MT പലപ്പോഴായിട്ട് അദ്ദേഹത്തിന് എന്നോട് സ്നേഹമുണ്ട് എന്നെനിക്ക് മനസ്സിലായിട്ടുണ്ട്. പലരോടും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും അതിനുശേഷം കുറച്ചുകൂടി ധൈര്യം വരികയാണ് നമുക്ക്. അങ്ങനെ MTയോട് ഒന്നിച്ചുള്ള പ്രോഗ്രാമുകളിൽ ചിലപ്പോഴൊക്കെ MT പറയും ഡോക്ടറെ വിളിക്കൂ, അത്തരം ബഷീർ അനുസ്മരണത്തിന് ഡോക്ടറെ വിളിക്കൂ എന്ന് പറയാം. അപ്പോൾ ആ രീതിയിൽ ആ ഒരു കെയർ നമ്മളെപ്പറ്റി MTയിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ഒന്ന് ഞാൻ ഓർക്കുന്നത് ഈ സാംസ്കാരിക പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഈ എൻഡോസൾഫാൻ സമരമൊക്കെ ഉണ്ടായിരുന്നു. ആ തുടക്കത്തിൽ ഞാൻ അവിടെയൊക്കെ സന്ദർശിക്കുകയും MA റഹ്മാനുമൊത്ത് കുറച്ച് വീടുകളൊക്കെ സന്ദർശിക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരിക്കൽ എൻ്റെ ഓർമ്മ വീരേന്ദ്രകുമാറിന് ഒരു ഇത് കൊടുത്ത സമയത്താണ്. സ്റ്റേജിൽ നിറയെ ആളുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്ന സമയത്ത് MT അങ്ങേ അറ്റത്തുനിന്ന് എൻ്റെ അടുത്തേക്ക് നടന്നു വരികയാണ്. എന്നിട്ട് പറയാണ് ഡോക്ടർ അത് ചെയ്ത് വളരെ നന്നായി, അങ്ങനെ ഒരു പ്രവർത്തനത്തിൽ റഹ്മാനുമൊത്ത് നിന്നത് വളരെ സന്തോഷം നൽകുന്നു. അങ്ങനെ ചെറിയ വാചകങ്ങളെ പറയാറുള്ളൂ എങ്കിൽ കൂടി നമ്മുടെ മനസ്സിൽ വലിയൊരു സ്വാധീനമാണ് MT. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ എല്ലാം ഏത് കാലവും ജീവിക്കും. വളരെ നന്ദി. ഏതായാലും MTയോടുള്ള തൻ്റെ ബന്ധം, അതിനൊപ്പം സാഹിത്യത്തിനപ്പുറം ഈ മേഖലയിൽ സാമൂഹ്യ ജീവിതത്തിൽ ഉൾപ്പെടെ MTയുടെ ഇടപെടൽ ഏത് രീതിയിലായിരുന്നു എന്നതാണ് ഖദീജ മുംതാസ് പറഞ്ഞിരിക്കുന്നത്.